പുന്നപ്ര വയലാറിന്റെയും വിമോചന സമരത്തിന്റെയും വിപ്ലവീര്യം പേറുന്ന ആലപ്പുഴയുടെ മണ്ണിലാണ് വോട്ട് വഴിയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വൻമരങ്ങളെ അട്ടിമറിച്ച പാരമ്പര്യമുണ്ട് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്. ഇത്തവണ ഇവിടെ ശക്തമായ മത്സരം UDFന്റെ ഷാനിമോൾ ഉസ്മാനും LDFന്റെ AM ആരിഫും തമ്മിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലെ ശവക്കോട്ട പാലത്തുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡിലാണ്. ഇവിടെ കുറേ ഓട്ടോ ചേട്ടന്മാരുണ്ട്. നമുക്ക് അവരുടെ ഒരു ഇലക്ഷൻ അഭിപ്രായം എന്താണെന്ന് നോക്കാം. ചേട്ടാ, ഒരു ശക്തമായ ഒരു മത്സരം നിലനിൽക്കുന്നുണ്ടല്ലോ. എങ്ങനെ ആലപ്പുഴ ആർക്കൊപ്പമാകും? ആലപ്പുഴ ആരിഫ് തന്നെ ജയിക്കത്തുള്ളൂ. ഇവിടെ എങ്ങനെയാണ് ആലപ്പുഴയിൽ വിജയമാർക്കാണ്? ആലപ്പുഴ വിജയം എന്ന് പറയാൻ നമുക്കിപ്പോൾ തീർത്ത് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിപ്പോൾ നമ്മൾ 2 വോട്ടറും തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ എല്ലാവരും മത്സരിക്കുന്നുണ്ട്. ഇവിടെ ആരെ ഇറക്കണമെന്നും പറഞ്ഞിട്ടാ BJP ഭരണത്തിൽ നിന്ന് ഇറക്കണമെന്നുള്ള ഒരു താല്പര്യത്തിലാണ് UDF LDF എല്ലാം മത്സരിക്കുന്നത്. അപ്പോൾ ഈ LDFന് ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ തന്നെയാണെങ്കിലും ഇന്ത്യ ഭരിക്കാനുള്ള മതിയല്ല. പിന്നെ ഇവിടെ ജയിക്കാനായിട്ടുള്ള കോൺഗ്രസിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ പറയാൻ ഷാനിമോൾ ജയിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ളത്. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ആലപ്പുഴയുടെ മണ്ഡലത്തിൽ നിന്ന് ആര് ജയിക്കും? ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് ഷാനിമോൾ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം, BJP ഇറക്കണം. എന്തായാലും നല്ലൊരു മത്സരം ഉണ്ടല്ലോ. ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയെ കുറെ വൈകിയാണ് പ്രഖ്യാപിച്ചതിലും കൂടി പിന്നീട് നല്ലൊരു മത്സരം ഷാനിമോൾ ഉസ്മാനും AM ആരിഫും ഉണ്ട്. പിന്നെ ഡോക്ടർ KS രാധാകൃഷ്ണനും മത്സരരംഗത്തുണ്ട്. താങ്കളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ഇവിടുന്ന് ലോക്സഭയിലേക്ക്? പറയുകയാണെങ്കിൽ 2 പാർട്ടിക്കാരും നല്ല ശക്തമായി നല്ല പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് നല്ല പ്രവൃത്തി ഉണ്ടാകണം എന്നുള്ള എൻ്റെ വിശ്വാസം. നിങ്ങൾ ആലപ്പുഴക്കാർക്ക് കുറേ കാലമായല്ലോ. ആലപ്പുഴക്കാർക്ക് ഇപ്പോൾ കഴിഞ്ഞ 2 ടേമുകളായി ഇവിടെ KC വേണുഗോപാലാണ്. ഇത്തവണ അദ്ദേഹം മത്സരരംഗത്ത് നിന്ന് പിന്മാറുകയും ചെയ്തു. അങ്ങനെയാണ് ഈ മണ്ഡലത്തിലൊരു വികസന പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾ സംതൃപ്തരാണോ? KC നല്ലൊരു നേതാവാണ്, ആരും ഒട്ടും മോശമൊന്നുമല്ല. ഈ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വന്നത് അതിനെങ്ങനെയാണ് കാണുന്നത്? അതൊരു നല്ല കാര്യമാണ്. നമുക്ക് നാളെ ഒരു സമയത്ത് പറയാം, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നാളെ ഒരു സമയത്ത് ഇരിക്കുമെങ്കിൽ തന്നെയാണെങ്കിലും നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ജയിച്ച ആളാണ് രാഹുൽ ഗാന്ധി എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് പറയാം നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനമന്ത്രിയാണെന്ന് പറയാം. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഇവിടെ ദേശീയ തലത്തിൽ ആര്? കോൺഗ്രസ് വരണം. മോഡീനെ ഇവിടെ നമ്മൾ ഇറക്കണം. നമുക്ക് അതേ ഉള്ളൂ, കോൺഗ്രസ് ഭരണത്തിൽ വരണം. അതാണ് നമ്മൾ. ഈ ആലപ്പുഴ എന്ന് പറയുമ്പോൾ ഒരുപാട് കയർ തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇതിലപ്പുറത്തേക്ക് പിന്നെ ദേശീയ തലത്തിലുള്ള ഈ ഒരു തരംഗത്തിലപ്പുറത്തേക്ക് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ചർച്ചയാകുക? നിങ്ങളുടെയൊക്കെ ഒരു പ്രശ്നങ്ങൾ എന്താണ്? ഇവിടെ ഏറ്റവും മെയിൻ കയർത്തൊഴിലാളിയാണ്, പിന്നെ മത്സ്യത്തൊഴിലാളി. ഇപ്പോൾ ഇവിടെ അവർക്ക് ജോലി ഇപ്പോൾ കുറവാണ്. അപ്പോൾ അങ്ങനെയാണ് ആലപ്പുഴ ബിസിനസ് വളരെ കുറവാണ്. പിന്നെ ഇവിടെ വെച്ചാൽ വികസനം വെച്ചാൽ ഇനിയിപ്പോൾ പുതിയ 2-3 കമ്പനിയൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് തുറക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ആരിഫിന് ശരിക്കറിയാം, ഷാനിക്കും അറിയാം. ഇവർ 2 പേരും അറിയാം. കാര്യം ഷാനിമോൾ ഇവിടെ ചെയർമാനായിരുന്നു, ആരിഫ് അരൂരിലെ MLA ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ആര് പോയാലും നമുക്ക് ആലപ്പുഴയ്ക്ക് വേണ്ടി ബാധിക്കും. നരേന്ദ്രമോദി തന്നെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. വളരെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വൃദ്ധന്മാർക്കുള്ള പെൻഷൻ, വീടില്ലാത്തവർക്കും ആലപ്പുഴ തീരദേശപാതയുടെ വികസനം, പിന്നെ പലതരം വികസനങ്ങൾ BJPക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ശക്തമായ ഒരു ഭരണഘടന വരണമെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരണം. കുറേ ചേട്ടന്മാരൊക്കെ പറഞ്ഞു ഇപ്പോൾ രാഹുൽ ഗാന്ധി വന്നാൽ അത് വളരെ നല്ലതാണ്. രാഹുൽ ഗാന്ധി വന്നാൽ നല്ലതാണ്. ഒരു പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്ന് വളരെ പരിചയമില്ലാത്ത ഒരാൾ. താങ്കളുടെ അഭിപ്രായത്തിൽ ഇവിടെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ആര് ജയിച്ചു കയറും? ഷാനിമോൾ ജയിക്കണമെന്നാണ് ആഗ്രഹം. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്നാണ് ആഗ്രഹം. എന്തായാലും ഇവിടുത്തുകാർക്ക് ഇതാണ് പറയാനുള്ളത്. UDFന്റെ ഷാനിമോൾ ഉസ്മാനും LDFന്റെ AM ആരിഫും തമ്മിലാണ് ഇവിടെ ശക്തമായ മത്സരം നടക്കുന്നത് ആലപ്പുഴയിൽ. എന്തായാലും ശവക്കോട്ട പാലത്ത് നിന്നും ആലപ്പുഴയിലെ മറ്റൊരു സ്ഥലത്തേക്ക് വോട്ട് വഴിയിൽ യാത്ര തുടരുകയാണ്.